ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നാളത്തേക്കുള്ള എക്സ്പയറി ഡേ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, ട്യൂസ്ഡേ ആണ്. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് കൂടുതൽ സൈഡ് വേസ് ആണ് നിഫ്റ്റി 50യിൽ മൂവ് ചെയ്തത്. ഏകദേശം നമുക്ക് ക്ലോസിംഗ് തന്നെ തുടങ്ങാം. അപ്പൊ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏകദേശം 24,086 ആണ്. 24,086 ആണ് നമ്മുടെ മൺഡേ ക്ലോസിംഗ് ഇന്നത്തെ വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 24,102.90 പ്ലസ് 89 പോയിന്റ്സ് ഓഫ് 0.37%. പെർസെൻറ്റേജ് വൈസ് മൂവ്മെന്റും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യം, ഈ താഴെയുള്ള ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 179 പോയിന്റ്സ് ആണ്. അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്യാം 179 പോയിന്റ്സ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പാണ് ഇനി ഫില്ലാകാനുള്ളത്. നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പാണ്, 79 പോയിന്റ്സ് ഗ്യാപ്പാണ് ഫില്ലാകാനുള്ളത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു ഹൈപ്പ് മൂവ്മെന്റ് തന്നതിന് ശേഷം, ഞാനൊന്ന് ജസ്റ്റ് കറക്റ്റ് വെച്ചോട്ടെ, അതായത് മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് ഇങ്ങനെ തന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ സൈഡ് വേസ് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണേന് ഗൈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സൈഡ് വേസ് മൂവ്മെന്റ്. ഇത് ഞാൻ 1 hour ടൈം ഫ്രെയിമിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അത്രയും നല്ലൊരു സ്പൈക്ക് കിട്ടിയാണ് ഇനി ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൺഫർമേഷൻ ലെവൽസ് നോക്കിയിട്ട് വേണം എടുക്കാൻ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഇവിടെ നിന്നൊരു നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ഒരു നല്ലൊരു മൂവ്മെന്റ് കിട്ടണമെങ്കിൽ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ഇൻട്രാഡേ ലെവൽ വരുന്നത് 24,300 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,300. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 വരുന്നത്. പിന്നെ അടുത്ത വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സപ്പോർട്ട് ലെവലാണ്. സപ്പോർട്ട് ലെവല് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ലെവൽ ആയിരുന്നു മുൻപ്. അപ്പൊ ഇപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോയത് കൊണ്ട് നമ്മുടെ താഴെയുള്ള പണ്ടത്തെ റെസിസ്റ്റൻസ് ലെവൽ, ഞാൻ ഈ ഒരു ലെവലിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ലെവല് ഇനി നമ്മുടെ സപ്പോർട്ട് ലെവലായിട്ട് മാറും. അപ്പൊ ഇൻട്രാഡേ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഏകദേശം 24,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യട്ടെ, 24,000 ഇൻട്രാഡേ സപ്പോർട്ട് 1. പിന്നെ ഇനിയുള്ളത് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ സൈഡ് വേസ് വന്നിരിക്കുന്നത് ഞാനൊന്ന് മെഷർ ചെയ്യാം. ഇവിടെ നല്ലൊരു ഡൗൺഫോൾ വന്നിരിക്കുന്ന, അതായത് ഇനി നമുക്ക് കവറപ്പ് ചെയ്യാനുള്ള ഗ്യാപ്പും എല്ലാം കൂടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ഇവിടത്തെ മൂവ്മെന്റും കൂടി വെച്ച് കണക്കിലാക്കി കഴിഞ്ഞാൽ 1,100 ആണ്. ഏകദേശം 4.55% ആണ് ഇനി താഴത്തോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് 24,000 സപ്പോർട്ട് 1 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം 24,000 ആണ് നമ്മുടെ മെയിൻ ലെവല്. ആ ഒരു ലെവല് എന്തായാലും ഇപ്പൊ മാർക്കറ്റ് അപ്പിൽ നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ ഈ 24,000 സപ്പോർട്ട് 1 ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് 1 hour ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ അങ്ങനെ ഈ 24,000 എന്ന സപ്പോർട്ട് 1 ബെയറിഷ് ക്യാൻഡിൽ 1 hour ടൈം ഫ്രെയിമിൽ 1 hour ക്യാൻഡിൽ വെച്ച് കറക്റ്റ് ആയിട്ട് കൺഫർമേഷൻ എടുക്കണം. താഴെ ഒരു ബെയറിഷ് മർബോസു ക്യാൻഡിലോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹാമറോ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് താഴത്തോട്ടുള്ള മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാത്രമല്ല, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, വല്ല ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഈ 179 ഗ്യാപ്പ് ഫില്ലിങ് നടക്കുന്നതായിരിക്കും. ഒറ്റയടിക്ക് നടക്കില്ല, പതിയെ നടക്കുള്ളൂ. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കാര്യം എന്താണെന്ന്, ഞാൻ ഗ്യാപ്പ് ഫില്ലിംഗ് ആണെങ്കിൽ നടക്കും. കാര്യം ആവറേജ് മൂവ്മെന്റ് നിഫ്റ്റിയുടെ 100 to 200 പോയിന്റ്സ് ആണ്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 179 പോയിന്റ്സിന്റെ അവിടം വരെ ഓൾറെഡി 185 പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പിന്റെ പൊസിഷനിൽ നിന്ന് ഇവിടെ ഇതിനു മുമ്പ് മാർക്കറ്റ് റീട്രേസ് ചെയ്ത പോലെ താഴേന്ന് റീട്രേസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതേസമയം മാർക്കറ്റ് ഈ ഒരു ലെവൽ, അതായത് നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് വരും ഈ ലെവല്. ഇതെന്ന് പറയുന്നത് 23,900 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,900. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നെക്സ്റ്റ് ലെവൽ ആയിട്ടുള്ള സെൽ ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താണ് മാർക്കറ്റ് ഓൾറെഡി തന്നെ ഓപ്പൺ ആണെങ്കിൽ, അതായത് 24,000ഓ 23,900ഓ ബ്രേക്ക് ഔട്ട് ചെയ്ത്
ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ പിന്നെ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഈ ഏരിയയാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നാളെ എക്സ്പയറി ആയതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് നോക്കാനുള്ള നിഫ്റ്റിയിലെ ഇമ്പോർട്ടന്റ് ലെവൽസ്. പിന്നെ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ടോപ്പ് ഗെയിനേഴ്സ് നിഫ്റ്റി 50 വന്നിരിക്കുന്നത് സിപ്ല, ടെക്കം, ഡോക്ടർ റെഡ്ഡി, ബജാജ് ഓട്ടോ, സൺഫാർമ, ഇൻഫി എന്നിവയൊക്കെയാണ്. ലൂസേഴ്സിൽ വന്നിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്, ടൈറ്റൻ, നെസ്ലെ ഇന്ത്യ, ശ്രീറാം ഫൈനാൻസ്, ട്രെൻഡ്, പവർ ഗ്രിഡ് എന്നിവയൊക്കെയാണ്. ഇനി നമ്മള് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗെയിനർ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ഏകദേശം 2.38% ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴെ ബാങ്ക് ഓഫ് ബറോഡ, PNB, കാനറ ബാങ്ക്, HDFC ബാങ്ക്, AU ബാങ്ക്, SBIN, യൂണിയൻ ബാങ്ക്, കൊഡാക് ബാങ്ക്, ICICI ബാങ്ക് എന്നിവയൊക്കെയാണ്. ലൂസേഴ്സ് ലിസ്റ്റ് ഇന്ന് പൊതുവെ കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്കിങ് സെക്ടർ കുറച്ച് നല്ലോണം പെർഫോം ചെയ്തു. അപാര പെർഫോമൻസ് എന്നല്ല, എന്നാലും കുറച്ച് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക് ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അതിനകത്ത് ഇൻഡസ് ബാങ്ക് ആണ് 3.02% ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അപ്പൊ ബാങ്കിങ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സിൽ ഇൻഡസ് ബാങ്ക് ആണ് നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നത്. ഏകദേശം -3.02% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായത്. ഇനി നമ്മൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് കടക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്കറിയാം, ബാങ്ക് നിഫ്റ്റിയും ഇതുപോലെ തന്നെ നിഫ്റ്റി പോലെ തന്നെ നമുക്ക് ഇവിടെ വരച്ച് കാണിച്ചു തരാം. നിഫ്റ്റി പോലെ തന്നെ നല്ലൊരു ഹൈപ്പ് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ സൈഡ് വേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 5850 ഉണ്ട്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 58,000 ഇടാം. 58,000 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് വരുന്നത്. പിന്നെ വരണ എന്താന്ന് വെച്ചാൽ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലോസിംഗ് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ഇന്നത്തെ ക്ലോസിംഗ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് 57,890 ആണ്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയില് നമ്മുടെ ഈ ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്, അതായത് മൺഡേ ക്ലോസിംഗ്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 57,935.60 പ്ലസ് 249.85 പോയിന്റ്സ് അപ്പ്. അതാണ് ഞാൻ പറഞ്ഞ ബാങ്ക് നിഫ്റ്റി. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ദിവസം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവ്മെന്റ് ആണ് നൽകിയത്. 0.43% ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിനെ അപേക്ഷിച്ച് 150 to 200 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ്. അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു പുള്ളപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ സപ്പോർട്ട് ലെവൽ നോക്കാം. ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ ഓൾറെഡി ഞാൻ വരച്ചു കഴിഞ്ഞു. സപ്പോർട്ട് ലെവല് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇതൊന്ന് ഞാൻ മായ്ച്ചോട്ടെ, കറക്റ്റ് ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. താഴെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ കൊണ്ടാണ് ആ ഗ്യാപ്പ് വരുന്നത്. ഈ ഗ്യാപ്പ് ഇതുവരെ ഫില്ലായിട്ടില്ല. മാർക്കറ്റ് വാറിന്റെ ന്യൂസ്, അതായത് വാർ നിർത്തലാക്കി എന്ന ന്യൂസ് വന്നതോടുകൂടി മാർക്കറ്റ് പതുക്കെ നല്ലൊരു ഹൈപ്പ് തന്നതാണ്. പക്ഷെ ഇനിയിപ്പോൾ അടുത്ത മൂവ്മെന്റ് നടക്കണമെങ്കിൽ ഈ സൈഡ് വേസ് കുറച്ചു നേരം മൂവ് ചെയ്തിട്ടേ ഇനി അടുത്തൊരു ബുള്ളിഷ് മൂവ്മെന്റ് നടക്കുള്ളൂ. പക്ഷെ കൂടുതൽ ചാൻസ് ഇപ്പോൾ ഈ ഒരു ലെവല് 58,000 നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി വരാനുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്, അത് കൂടാതെ തന്നെ ഇവിടെ വരുന്നത്, അതായത് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 57,600 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ, 57,600. ഇതാണ് നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ 58,000 എന്ന റെസിസ്റ്റൻസ് 1, അതാണ് നമ്മുടെ ഫസ്റ്റ് സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് ഒരു നെക്സ്റ്റ് ലെവലും കൂടിയുണ്ട്. 58,600 ആണത്. ഞാനിവിടെ മാർക്ക് ചെയ്യാം, 58,600. ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലെവൽസ് വളരെ ശ്രദ്ധയോടെ കാണണം. കാര്യം 58,600 ബ്രേക്ക് ഔട്ട് ആകണം, എന്നാൽ മാത്രമേ നമുക്കൊരു മുകളിലോട്ടുള്ള ഒരു പുള്ളപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കാനുള്ളത് 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. 1 അവർ നല്ല ബുള്ളിഷ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 58,600ന്റെ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺവേർഡ് റീട്രേസ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ 58,000ന്റെ 58,600ന്റെ ഇടയിൽ ഒരു സ്മോൾ റെസിസ്റ്റൻസ് ഉണ്ട്. വളരെ
നമുക്ക് മൈനർ റെസിസ്റ്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെന്ന് പറയുന്നത് 58,200 ആണ്. ഞാൻ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇതും ഒരു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് കാണണം. അതായത് ഇത് മൈനർ റെസിസ്റ്റൻസ് ആണ്. എന്നിട്ട് ചില സമയങ്ങളിൽ മാർക്കറ്റ് ഭയങ്കര സൈഡ് വേസ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഈ മൈനർ റെസിസ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിലിൽ എങ്ങനെയാണ് എപ്പോഴാണ് മൈനർ റെസിസ്റ്റൻസ് ഒക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണേന്നൊക്കെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, അതായത് ഗ്യാപ്പ്. നമ്മുടെ ഗ്യാപ്പ് ഇവിടെ വരുന്നത് ഏകദേശം ഞാൻ ഒന്ന് മെഷർ ചെയ്തിടാം. ഗ്യാപ്പ് വരുന്നത് ഏകദേശം 205 പോയിന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 200 ആയിട്ട് ഇടാം. അപ്പൊ 200 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് പെട്ടെന്ന് ഫില്ലാകാൻ ഇപ്പൊ തൽക്കാലം ചാൻസ് ഇല്ല. ഗ്യാപ്പ് ഡൗൺ വന്നാലേ ചാൻസ് ഉള്ളൂ. പക്ഷെ സൈഡ് വേസ് 58,000 ഇത് ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അതിൽ 57,600 ബ്രേക്ക് ഔട്ട് ആയാലാണ് ഈ 200 പോയിന്റ്സ് ഗ്യാപ്പ് ഡൗൺ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കുക. മാർക്കറ്റ് വോളറ്റിലിറ്റി നോക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് വോളറ്റിലിറ്റി കാണിച്ചു തരാം. ഇപ്പോൾ 12.84% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ 19 വരെയൊക്കെ പോയാണ്. അപ്പൊ 12.84% എന്ന് പറയുമ്പോൾ 15ന്റെ താഴെയാണ്. നമ്മൾ 15 ആണ് ഒരു ബോർഡർ ആയിട്ട് എടുക്കണം. അപ്പൊ 15ന്റെ താഴെ ആകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം മാർക്കറ്റ് കുറച്ചും കൂടി സ്റ്റഡി മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. വോളറ്റിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് വരുവാണെങ്കിൽ സ്ട്രെയിറ്റ് മൂവ്മെന്റ് വരുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ ഫിൻനിഫ്റ്റി ആണ്. ഫിൻനിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ഫിൻനിഫ്റ്റിയുടെ ക്ലോസിംഗ് വരുന്നത് ഏകദേശം 26,568 ആണ്. 26,568 ഇതാണ് ഇന്നത്തെ നമ്മുടെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 56,585.55 പ്ലസ് 154 പോയിന്റ്സ് അപ്പ് 0.58% വൈസ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ബുള്ളിഷ് മൂവ് ആണ്. പക്ഷേ ബുള്ളിഷ് മൂവ് ആണെങ്കിലും കൂടുതലും സൈഡ് വേസ് ആണ് ഇന്നും മൂവ് ചെയ്തത്. പക്ഷെ ഒരു ഹൈപ്പ് വന്നിട്ടാണ് നമുക്ക് സൈഡ് വേസ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. പിന്നെ താഴെയുള്ള ഗ്യാപ്പ് നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ഗ്യാപ്പ് നോക്കാനാണെങ്കിൽ ഇവിടെ കൊണ്ടുവരും. ഇത് ഇത്രയും വലിയ ഗ്യാപ്പ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യാൻ ചാൻസസ് കുറവാണ്. കാര്യം ഈ ഗ്യാപ്പിന്റെ മുകളിലും നമുക്ക് ഏകദേശം 250 പോയിന്റ്സ് 250 to 300 പോയിന്റ്സോളം ബ്രേക്ക് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കറിയാം ഫിൻനിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് ഇത്രയും താഴത്തോട്ട് വരണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ വന്നാൽ മാത്രമേ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഇടയാവുള്ളൂ. ഈ ഗ്യാപ്പിന്റെ സൈസ് വരുന്നത് ഏകദേശം, അതായത് നമ്പർ ഓഫ് പോയിന്റ്സ് വരുന്നത് ഏകദേശം 250 ആണ്. ഇതാണ് നമ്മുടെ ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള അതിലോട്ട് കിടക്കാം. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 26,800 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 26,800 ഇതാണ് നമ്മുടെ നാളത്തേക്കുള്ള ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 വരാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ, സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 26,400 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇമ്പോർട്ടന്റ് ലെവലാണ് 26,400. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ താഴെ നമുക്ക് 250 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതായിരിക്കും നമുക്ക് ഒരു കൺഫർമേഷൻ ലെവലായിട്ട് എടുക്കാൻ പറ്റുന്ന 26,400. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. ഞാൻ നേരത്തെയും ഈ ലെവൽസ് നേരത്തെയും മാർക്ക് ചെയ്തിരുന്നതാണ്. എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. കാര്യം സൈഡ് വേസ് ആയതുകൊണ്ടാണ് ലെവൽസ് മാറാത്തത്. 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക, എന്നിട്ട് മാത്രമായിരിക്കും മുകളിലോട്ട് ട്രേഡ് ചെയ്യണ സേഫർ. പിന്നെ പ്രത്യേകിച്ച് നാളത്തെ കാര്യം എടുത്തു പറയാനാണെങ്കിൽ ഇത്തിരി റിസ്കിയാണ് നാളത്തെ ട്രേഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സൈഡ് വേസിൽ വന്ന് നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് എന്തെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലോ ഉണ്ടാവുകയാണെങ്കിൽ, മാർക്കറ്റിൽ നിന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കൺട്രിയാണ് ഉദ്ദേശിച്ചത്, കൺട്രിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടാകണമെങ്കിൽ അത് ഈ ഡൗൺവേർഡ് മൂവ്മെന്റിന്റെ കൂടുതലായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ട്രേഡേഴ്സ് വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ പ്രാവശ്യത്തെ ട്രേഡ് നോക്കാനായിട്ട്.
കാര്യം കൺഫർമേഷൻസ് എടുക്കാതെ ട്രേഡ് ചെയ്താൽ, കാര്യം ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഇല്ല, പാറ്റേൺ ഒന്നും ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല സൈഡ് വേസ് ആ മാർക്കറ്റ് ആ ഒരു ലെവലിൽ വന്ന് സ്റ്റക്കായി നിൽക്കണേണ്. ബയ്യേഴ്സ് അപ്പൊ കുറവായിരിക്കും, അപ്പൊ സെല്ലായിരിക്കും കൂടുതൽ ചാൻസ് വരുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഉറപ്പിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫർ. പിന്നെ നമ്മുടെ സെൻസെക്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് സെൻസെക്സിലും ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗ്യാപ്പ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗ്യാപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഏറ്റവും താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് നേരത്തെ ഫോം ചെയ്ത ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം ഞാൻ മാർക്ക് ചെയ്തോട്ടെ, ഏകദേശം വരുന്നത് 594 പോയിന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 600 എന്ന് എടുക്കാം. 600 പോയിന്റ്സ് ഗ്യാപ്പ് താഴെയുണ്ട്. നമുക്ക് സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് അറിയാം, 500 to 1000 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് ഇവിടെ മാർക്കറ്റ് ഇന്നിപ്പോ ക്ലോസ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 77,042 ഇന്നത്തെ മാർക്കറ്റിന്റെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സൈഡ് വേസ് ആണെന്ന് 50-50 പോലെ തന്നെ പറയേണ്ടി വരും. കാര്യം 500 പോയിന്റ്സ് ആണ് ആവറേജ്, 291 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് വേസ് ആയിട്ട് ഇപ്പൊ തൽക്കാലം എടുക്കാൻ നിവർത്തിയുള്ളൂ. 0.38% വൈസ് മൂവ്മെന്റ് വെച്ച് നോക്കിയാലും ലൈക്ക് ഒരു വലിയൊരു 0.5 പോലും വന്നിട്ടില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് സൈഡ് വേസ് ആണെന്ന് പറഞ്ഞത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ താഴെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ മൂവ്മെന്റിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴത്തോട്ട് വരാൻ ചാൻസസ് കൂടുതലാണ്. കാര്യം ഇപ്പോ ഞാൻ വരച്ച ഈ വൈറ്റ് ആയിട്ടുള്ള ഗ്യാപ്പിന്റെ മെഷർമെന്റും ചെറുതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കവറപ്പ് ചെയ്യാൻ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നതായിരിക്കും. കാര്യം ഗ്യാപ്പിന്റെ വളരെ അടുത്താണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗ്യാപ്പിന്റെ വേണമെങ്കിൽ ആ ഒരു വശത്തുനിന്ന് തന്നെ മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 100 പോയിന്റ്സ് ഇവൻ ദോ അത് സെൻസെക്സിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും വളരെ സൂക്ഷിച്ചു കാണണം. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പോയിന്റ്സിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി ട്രേഡ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഒരു ഗ്യാപ്പും കൂടി ഉണ്ട്, അത് ഞാൻ വരക്കാൻ വിട്ടുപോയാണ്, അതും കൂടി ഒന്ന് വരച്ചോട്ടെ. അതായത് ഇവിടെ ഇത് ഫിൻനിഫ്റ്റി ആണ്. ഫിൻനിഫ്റ്റിയിൽ വരുന്ന ഒരു ചെറിയ ഗ്യാപ്പാണിത്. ഈ ഇങ്ങനെയുള്ള ഗ്യാപ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ട്രേഡ് ചെയ്യാൻ, കോൺഫിഡൻസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഇത്രയും അടുത്തതും ചെറുതുമായ ഗ്യാപ്പ് ആയതുകൊണ്ട് ഗ്യാപ്പ് ഫില്ലിംഗ് പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ 40 പോയിന്റ്സ് ആണെങ്കിൽ കൂടിയും ആ 40 പോയിന്റ്സ് ഗ്യാപ്പ് നമുക്ക് നല്ല സ്ട്രാറ്റജി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ 15 മിനിറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്ട്രാങ്കിൾ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ട്രേഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓപ്ഷൻ സെല്ലേഴ്സിന് തൽക്കാലം കുഴപ്പമില്ല, പക്ഷെ ഓപ്ഷൻ ബയേഴ്സ് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം അങ്ങനെ ഒരു പൊസിഷനിൽ വന്നാണ് മാർക്കറ്റ് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ഈ സെൻസെക്സിന്റെ കേസിലും ഫിൻനിഫ്റ്റിയുടെ കേസിലും ഗ്യാപ്പ് ഫില്ലിങ്ങിന് ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇനിയിപ്പോ സെൻസെക്സിന്റെ ലെവൽസും കൂടി നോക്കാം. അപ്പൊ സെൻസെക്സിന്റെ ലെവൽസ് നോക്കുവാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ 77,500 ആണ് ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മുടെ സെൻസെക്സ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ 77,500 ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ സൈഡ് വേസും ബാക്കി ഇൻഡെക്സുകളുടെ സൈഡ് വേസും ഇപ്പൊ നിഫ്റ്റിയിൽ നോക്കിയാൽ സൈഡ് വേസ് ആണ് നടന്നത്. അപ്പൊ ആ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ നടക്കാൻ പോകുന്ന നെക്സ്റ്റ് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റിന് ചാൻസസ് കൂടും. അത് നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഇടയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് 76,750 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 76,750. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അനലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ലെവൽസ്, സൈഡ് വേസ്, പ്രൈസ് ആക്ഷൻ, ഫിബൊനാച്ചി, കാൻഡിൽ സ്റ്റിക്ക് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിൽ 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കോഴ്സ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങളൊരു ഫുള്ളി ബിഗിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് നമുക്ക് കോഴ്സ് കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ കോഴ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
വാട്സാപ്പ് കോൾ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. അതുവഴി നമ്മൾ ഫുൾ കോഴ്സിന്റെ PDF അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് ബേസിക് ലെവൽ കോഴ്സും ഉണ്ട്, അഡ്വാൻസ് ലെവൽ കോഴ്സും ഉണ്ട്, പ്രോ ലെവൽ കോഴ്സും ഉണ്ട്. നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെങ്കിൽ ആ ലെവൽ മുതൽ നമ്മൾ ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ് ലെവൽ വരെ പോകുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പർ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.